നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. അന്താരാഷ്ട്ര നിലവാരത്തിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 2025 ജൂണിൽ തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി കെ രാജനും AK ശശീന്ദ്രനും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സമരം നടത്തി. കേരള കാർഷിക സർവകലാശാലയിൽ കാലാവസ്ഥാ വ്യതിയാന ഏകദിന വർക്ക്ഷോപ്പ് നടത്തി. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കത്ത് വാഹനത്തിൽ കടത്തുകയായിരുന്ന 80 കിലോഗ്രാം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര നിലവാരത്തിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 2025 ജൂൺ മാസത്തോടെ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രിമാരായ കെ രാജനും AK ശശീന്ദ്രനും അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ. 6 ഘട്ടങ്ങളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. ഓരോ ആഴ്ചയും നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഷെഡ്യൂൾ തയ്യാറാക്കുവാനും മാസത്തിൽ ഒരു തവണ സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേരാനും നിർദ്ദേശിച്ചതായി വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നതിന് അമിതമായ തിടുക്കമോ ആർഭാടമോ ഉണ്ടാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. പാർക്ക് തുറക്കുന്നതിൽ കാലതാമസം വരുന്നതായി വാർത്തകളുണ്ട്. എന്നാൽ ഇവിടെ കൊണ്ടുവരുന്ന പക്ഷിമൃഗാദികൾക്ക് സുരക്ഷിതമായി തങ്ങാനാവുന്ന ആവാസ വ്യവസ്ഥകൾ തയ്യാറാക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധയെന്നും മന്ത്രി വിശദീകരിച്ചു. അഭിമാന പദ്ധതികളിൽ ഒന്നാണ് തൃശ്ശൂരിൽ സ്ഥാപിക്കുന്ന സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വനവുമായി ബന്ധപ്പെട്ട പാർക്കുകളും കാഴ്ച ബംഗ്ലാവുകളും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ പരീക്ഷണമാണ് കേരളം ഈ രംഗത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. വന്യജീവികളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടി ഈ പ്രവർത്തനത്തെ കാണുകയും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു പാർക്കായി ഈ പാർക്കിനെ മാറ്റുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമായ ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത്, എനിക്ക് തോന്നിയത് നമ്മൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നാണ്. നമ്മൾ 4, 1, 2, 3, 4, 5, 6 ഘട്ടങ്ങളിലായിട്ടാണ് വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. അവയെല്ലാം തൃപ്തികരമായി തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയ ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേകിച്ച് ഇവിടുത്തെ MLA കൂടിയായ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ്റെയും നിതാന്ത ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ട് എന്നത് എൻ്റെ ജോലിഭാരം 90% കുറച്ചിരിക്കുന്നു എന്നത് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടുത്തെ ജനപ്രതിനിധികളും ഈ കാര്യത്തിൽ വലിയ സഹകരണത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2025 മാർച്ചോടുകൂടി ബാക്കിയുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നോഡൽ ഓഫീസർ ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൗണ്ട് ഡൗൺ. ഇന്ന് ഞങ്ങളിവിടെ യോഗം ചേരുന്നുണ്ട്. ഓരോ ആഴ്ചയും ഓരോ മാസവും എന്തൊക്കെ ജോലികളാണ് പൂർത്തിയാക്കേണ്ടതെന്ന് സംബന്ധിച്ച ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി ആ ഷെഡ്യൂളിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഗവൺമെൻറ്റിന് വേണ്ടി
ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ മാസത്തിലൊരിക്കൽ സൗകര്യമുള്ള ദിവസം ഞാനും വരും. പക്ഷേ മാസത്തിലൊരിക്കൽ അത് നടന്നിരിക്കണം. എൻ്റെ സൗകര്യം നോക്കിയല്ല. മന്ത്രി കൂടി ഉണ്ടാകുന്നത് നല്ലതാണെങ്കിലും കാര്യത്തിനൊരു ഭംഗം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നിശ്ചയിക്കുന്ന തീയതി ഞാനുണ്ടെങ്കിൽ ഞാനും പങ്കെടുക്കും. 11 ആവാസ കേന്ദ്രങ്ങളിൽ 6 എണ്ണവും പൂർത്തിയായി കഴിഞ്ഞു. മറ്റു മൃഗശാലകളായ തിരുവനന്തപുരം, നെയ്യാർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പക്ഷിമൃഗാദികളെ പുത്തൂരിലേക്ക് കൊണ്ടുവരുന്നത് മെയ് മാസത്തിലും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ളവയെ എത്തിക്കുന്ന നടപടികൾ ഓഗസ്റ്റിനുള്ളിലും പൂർത്തിയാക്കും. തൃശൂർ മൃഗശാലയിലുള്ള മാനുകളിൽ 60 എണ്ണത്തിനെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പാർപ്പിച്ച ശേഷം ബാക്കിയുള്ളവയെ റിസർവ് വനത്തിൽ തുറന്നുവിടാനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. എന്നാൽ ഈ മാനുകൾ വനത്തിൽ ജീവിക്കുവാൻ പ്രാപ്തരല്ലാത്ത സാഹചര്യത്തിൽ മാനുകളെ സഫാരി പാർക്ക് ഒരുക്കി പുത്തൂരിൽ നിലനിർത്തും. ഇന്ത്യയിൽ പൂർണ്ണമായി സോളാറിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായിരിക്കും പുത്തൂരിലേതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ KK സുനിൽകുമാർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരും മന്ത്രിമാർക്കൊപ്പമുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ തന്നെ കിഫ്ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായി ഇവിടെ സുവോളജിക്കൽ പാർക്ക് തയ്യാറായി വരികയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഘട്ടവും പൂർത്തീകരിച്ച് പോവുക എന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊന്നാം ഘട്ടം നമ്മൾ തീരുമാനിച്ചിരുന്നത് 4 ആവാസ ഇടങ്ങളാണ്. ഗ്രേറ്റ് ഏബറിയും സിംഹവാലൻ കുരങ്ങിൻ്റെയും കരിങ്കുരങ്ങിൻ്റെയും കാട്ടുപോത്തിൻ്റെയും ആവാസ ഇടങ്ങൾ. അത് 4 നേരത്തെ തന്നെ പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ 8 ആവാസ ഇടങ്ങളാണ് കണ്ടിരുന്നത്. അതിൽ ബയോഡൈവേഴ്സിറ്റി സെൻറ്റർ, ചീങ്കണ്ണി, കലമാൻ, പുള്ളിമാൻ, പന്നിമാൻ, കൃഷ്ണമൃഗം, പുലി, കടുവ, സിംഹം, ഇതിലെ സിവിൽ വർക്കുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ബയോഡൈവേഴ്സിറ്റി സെൻറ്ററിലെ ഹാബിറ്റേറ്റിൻ്റെ നിർമ്മാണ ജോലികളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അത് 2025 മാർച്ച് മാസത്തിൽ തന്നെ പൂർത്തിയാകുന്ന വിധത്തിലുള്ള ഒരു വർക്കാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പാർക്കിംഗ് ഗ്രൗണ്ട് തയ്യാറാക്കി. നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ റിസപ്ഷൻ ഓറിയൻറ്റേഷൻ കേന്ദ്രം ഏതാണ്ട് പൂർത്തീകരിച്ചു. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നത് 11 ആവാസ ഇടങ്ങളാണ്. അതിൽ ജിറാഫ്, സീബ്ര, ആഫ്രിക്കൻ മാൻ, ഒട്ടകപ്പക്ഷി, ഹിപ്പോ, ഹിമാലയൻ കരടി, സ്ലോത്ത് ബെയർ, നീലഗിരി താർ, പരുന്തുവർഗ്ഗങ്ങളുടെ പക്ഷിക്കൂട്, വർണ്ണപക്ഷികളുടെ കൂട്, കുറുക്കൻ, കാട്ടുപട്ടി, കഴുതപ്പുലി, ഇതിലെ 6 ആവാസ ഇടങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ പൂർത്തീകരിച്ചു. 3 ജനുവരിയിൽ പൂർത്തീകരിക്കും. 2 പക്ഷിക്കൂടുകൾ നമ്മൾ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ കണ്ടിരുന്നത് 2025 മാർച്ചിൽ പൂർത്തിയാക്കും എന്നാണ് നമ്മുടെ സ്ഥിതിയുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള സിവിൽ വർക്കുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 2025 മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. സൂ കോമ്പൗണ്ട് വാൾ പൂർത്തിയായി. 4 കിലോമീറ്റർ ദൂരമുള്ള സർവീസ് റോഡ് പൂർത്തിയായി. സന്ദർശക പാത 6 കിലോമീറ്റർ പൂർത്തിയായി. ജലശുദ്ധീകരണ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. വൈദ്യുതി സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തു. ജലവിതരണത്തിൻ്റെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കൽ പൂർത്തിയാക്കി. വൈദ്യുത വിതരണത്തിൻ്റെ 95% അവസാനിപ്പിച്ചു. സോളാർ പ്ലാന്റ് 290 kBp ഉള്ള ഒരു സോളാർ പ്ലാന്റാണ് ഇപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ആഗ്രഹം വെച്ച് പുലർത്തിയിട്ടുള്ളത് സിയാലിൽ ഇപ്പോൾ കാണുന്നത് പോലെ കേരളത്തിൽ ആദ്യമായി ഒരു വിമാനത്താവളം പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പരമാവധി സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കായി ഇതിനെ മാറ്റണം എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഹോസ്പിറ്റൽ കോംപ്ലക്സ് 9 സ്ഥാപനങ്ങൾ 9ഉം പൂർത്തിയാക്കി അതിന്റെ പ്രവർത്തന നടപടികൾ ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്ലൈ ഓവറിൽ നിന്ന് മഴവെള്ളം സർവീസ് റോഡിലേക്ക് ഒഴുക്കിവിടുന്ന ദേശീയപാത അധികൃതരുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെയും മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സമരം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ INTUC ജില്ലാ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സമരത്തിന് നേതാക്കളായ ഭാസ്കരൻ K മാധവൻ, NS നൌഷാദ് മാസ്റ്റർ, സുധി തട്ടിൽ, ലിസി ജോൺസൺ, CA ജോസ്, ബേബി പാലോലിക്കൽ, ജോണി ആരുമ്പോ, സഫിയ ജമാൽ, ഫിലോമിന ജോസ്, സഫിയ നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്.
വളരെ വിസ്തരിച്ച് ഇന്നത്തെ സമരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായി തന്നെ സംസ്ഥാനം എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് വിജയകുമാറും അടക്കമുള്ള പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാർ ഇവിടെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമരവും അനിവാര്യമായൊരു സമരവുമായി ഇതിനെ കാണുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നത്തിനാണെങ്കിലും മഴ തോർന്നതുകൊണ്ട് അതിൻ്റെ രൂക്ഷത നമുക്ക് നേരിൽ കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഇവിടെ ഞാൻ ഈ മുട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങേ കാണുന്ന അറ്റം മുതൽ ആ കാണാത്ത ദൂരം വരെ വലിയ പൈപ്പുകൾ മുകളിൽ നിന്ന് വിട്ടിരിക്കുന്നു. ആ പൈപ്പുകളിലൂടെ വരുന്ന വെള്ളം വന്നു ചേരുന്നത് പ്ലെയിനായി കിടക്കുന്ന റോട്ടിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മെഡിക്കൽ വിദ്യാർത്ഥികൾ വലിയ മഴയത്ത് 5 പേരുടെ ജീവൻ അപഹരിച്ച വലിയ ആക്സിഡൻ്റ് ഉണ്ടായത് പൊരിഞ്ഞ മഴയത്താണ്. അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ജലം ഒഴുകുന്ന പാതയിലാണ് അപകടമുണ്ടായത് നമ്മൾ വായിച്ചത്. ഇവിടെ കാൽനടക്കാർ മാത്രമല്ല ബസ്സിൽ സഞ്ചരിക്കുന്ന ആളും അകത്തേക്ക് വരില്ല എന്ന് തോന്നുന്നു. പക്ഷേ ബൈക്കിൽ സഞ്ചരിക്കുന്ന ആളുകളും ഒരുപക്ഷെ അപ്പുറത്തുള്ള കമ്പോളങ്ങളിലേക്ക് പോലും ചുരുപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ ഓടിക്കാതിരിക്കാൻ പറ്റില്ല. പതുക്കെ പോകുന്ന കാര്യമല്ല പറയുന്നത്. സാധാരണഗതിയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഏത് തരത്തിൽ പോയാലും ഇതിലെ പോകുമ്പോൾ 100, 10, 300, 400 മീറ്ററോളം വരുന്ന ഈ ഏരിയയിലെ വെള്ളം മുഴുവനും സഞ്ചാരികളുടെ ദേഹത്തേക്കും അതുപോലെ തന്നെ കമ്പോളങ്ങളിലേക്കും ഒക്കെ തന്നെ ചൊരിച്ചു പോകും എന്നുള്ള കാര്യം സംശയമില്ല. വലിയ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ട്. ശാസ്ത്രീയമായി വലിയ ഫണ്ട് ഉള്ള ഈ സംഘടനാ സംവിധാനം, ഈ പദ്ധതി, അതിന് പണത്തിൻ്റെ കുറവൊന്നുമുള്ള ബജറ്റല്ല, വലിയ ബജറ്റിലുള്ള ഈ പദ്ധതി ശാസ്ത്രീയമായി വെള്ളക്കെട്ട് ഒഴിവാക്കി കൃത്യമായി ഒരു കാനയിലേക്ക് വെള്ളം ഒഴുക്കി വിടുക എന്നുള്ള ഒരു സന്ദേശമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ നൽകുന്നത്. അത് ക്രിയാത്മകമായി പഠിച്ച് കൃത്യമായി വെള്ളത്തിൻ്റെ മുട്ടുകൂടെ സ്ഥലം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെയധികം ശ്രദ്ധാപൂർവം നല്ല രീതിയിൽ പഠനം കഴിഞ്ഞ വെള്ളക്കെട്ട് ഉണ്ടായപ്പോൾ എവിടെയൊക്കെ വെള്ളങ്ങൾ വരുന്നു, എവിടെയൊക്കെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു നടന്ന് കണ്ട് അത് പഠിച്ച ശേഷമാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് മാറിയത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ, ആ സമര സന്ദേശം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കേരള കാർഷിക സർവകലാശാലയിൽ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജും നബാർഡും സംയുക്തമായി ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കാലാവസ്ഥ, സ്മാർട്ട് കൃഷിയും ദുരന്ത സാധ്യതാ ലഘൂകരണവും എന്ന വിഷയത്തിൽ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് IS ഉദ്ഘാടനം ചെയ്തു. നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ്, സജീവ് ഡി റോഹില്ല, ജിക്സി റാഫേൽ, ഡോക്ടർ എ ബിജുകുമാർ, ഡോക്ടർ പി ഇന്ദിരാദേവി, ഡോക്ടർ PO അമീർ, സിബിൻ ആന്റണി തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. കർഷകർ, അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. There are no set norms for what is green. So, just to give an example, all over the world, if you look at, and these are the statistics coming from some of the top journals of research, where they say that green bonds which an institution issues for taking up green projects are green bonds. All over the world, just about 7 to 8% money which has been taken from the market under green bonds has gone into green projects. Just 7 to 8%. The rest of it is what? Green washing. Okay? So these are all examples of green washing. ഗ്രീൻ വേൾഡ് ക്ലീൻ വേൾഡ് എന്ന സന്ദേശമുയർത്തി 13ാമത് തൃശൂർ വാക്കത്തോൺ ഡിസംബർ 8 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 6:30 പാലസ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് എലത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. TS പട്ടാഭിരാമൻ ആശംസകൾ അറിയിക്കും. വർഗീസ് തരകൻ 101 പ്ലാവിൻ തൈകൾ വിതരണം ചെയ്യും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 500 പേർക്ക് ടീഷർട്ട്, തൊപ്പി എന്നിവയും നൽകും. മെഡിക്കൽ തിരികെ വരുന്നതിന് വാഹന സൗകര്യവും തുടങ്ങിയവയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ വർഗീസ് മാളിയേക്കൽ, സോളി തോമസ്, ടോഫി നെല്ലിശ്ശേരി, ഷാജു തെക്കൂടൻ, ജോസ് പുതുക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയിലെ കോളേജ് ഓഫ് ഫോറസ്ട്രി
AICRP, Agroforestry, State Match, Siplets and Venice Manufacturers Associationും സംയുക്തമായി കോളേജ് ഓഫ് ഫോറസ്ട്രി വെള്ളാനിക്കരയിൽ 2024 ഡിസംബർ 5 വ്യാഴാഴ്ച മട്ടി വൃക്ഷ കർഷകരുടെ ഒത്തുചേരലും കാർഷിക പഠന ക്ലാസും സംഘടിപ്പിച്ചു. ശാസ്ത്രീയ വൃക്ഷാധിഷ്ഠിത കൃഷിരീതിയിലൂടെ തീപ്പെട്ടി വ്യവസായ പുനരുജ്ജീവനം എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ ശില്പശാലയിൽ വനശാസ്ത്ര കോളേജിലെ പ്രൊഫസർമാർ നൂതന കൃഷിവിളകളെയും കൃഷിരീതികളെയും കർഷകർക്ക് പരിചയപ്പെടുത്തി. കേരളത്തിൽ ആദ്യമായി ശാസ്ത്രജ്ഞരെയും വൃക്ഷകർഷകരെയും വ്യവസായികളെയും മറ്റു സംരംഭകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വൃക്ഷ കർഷക കൂട്ടായ്മയുടെ രൂപീകരണത്തിന് ഈ പരിപാടി തുടക്കം കുറിച്ചു. ഉൽപാദനം, സംസ്കരണം, വിപണനം തുടങ്ങിയ മേഖലകളിൽ വൃക്ഷകൃഷി ചെയ്യുന്ന കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് ശാസ്ത്ര സാങ്കേതിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും വൃക്ഷകൃഷി കൂടുതൽ ലാഭകരവും സുസ്ഥിരവും ഫലപ്രദവുമാക്കുന്നതിനും ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നു. രാവിലെ 10:30 ആരംഭിച്ച് ഉച്ചകഴിഞ്ഞ് 2 സമാപിച്ച ശില്പശാല കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ജോർജ് പി മാത്തച്ചൻ IFS ഉദ്ഘാടനം ചെയ്തു. ഫോറസ്ട്രി കോളേജ് ഡീൻ ഡോക്ടർ TK കുഞ്ഞാമു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർമാരായ ഡോക്ടർ V ജമാലുദ്ദീൻ, ഡോക്ടർ ഗോപകുമാർ S, ഡോക്ടർ AV സന്തോഷ് കുമാർ, KSM SVMA പ്രസിഡന്റ് ശ്രീ NG രമേഷ് കുമാർ, കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ രാജേഷ് N, IFS കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജിത്തു U കൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 100ഓളം വൃക്ഷകർഷകർ ശില്പശാലയിൽ പങ്കെടുക്കുകയും കൂട്ടായ്മയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എല്ലാ കർഷകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിദഗ്ധർ നടത്തിയ പാനൽ ചർച്ചയിൽ വൃക്ഷകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ കർഷകർ പ്രകടിപ്പിക്കുകയും വിജ്ഞാനപ്രദമായ സംവാദത്തോടെ ശില്പശാല അവസാനിക്കുകയും ചെയ്തു. പാഞ്ഞാൾ വേലുക്കുട്ടി സമാഭരണ സമിതി പ്രശസ്ത ഇലത്താള കലാകാരൻ പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് ഡിസംബർ 8 വീരശൃംഖല സമർപ്പിക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറ്റൂർ തുളസി മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ വീരശൃംഖല സമ്മാനിക്കും. അനുമോദന ചടങ്ങ് പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ കലാ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് നിരവധി വാദ്യകലാ പ്രകടനങ്ങൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കാലടി കൃഷ്ണയ്യർ, ചാർപ്പ് രാജീവ് മേനോൻ, AK സതീഷ് കുമാർ, രാജേഷ് പുതുമന തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി.
ഉറങ്ങണില്ല. ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഒല്ലൂർ സിഐക്ക് കുത്തേറ്റു. കാപ്പ കേസ് പ്രതി പടവരാട് സ്വദേശി അനന്തുമാരിയാണ് കുത്തിയത്. യുവാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുവാനെത്തിയപ്പോൾ ആയിരുന്നു ആക്രമണം. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ അഞ്ചേരിയിൽ വെച്ചായിരുന്നു സംഭവം. നിരവധി കേസുകളിൽ പ്രതിയാണ് അനന്തുമാരി. യുവാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അനന്തുമാരിയെ പിടികൂടുവാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം. മദ്യലഹരിയിലായിരുന്നു പ്രതി. കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഒല്ലൂർ സിഐ TP ഫർഷാദിനെ ഇടതു തോളിന് മുകളിൽ കുത്തുകയായിരുന്നു. ഉടൻ കൂടെയുണ്ടായിരുന്ന പോലീസുകാർ ചേർന്ന് പ്രതിയെയും കൂടെയുണ്ടായിരുന്ന രണ്ടുപേരെയും കീഴ്പ്പെടുത്തി. പരിക്കേറ്റ സിഐയെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പരിക്കേറ്റ സിഐ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ റേഞ്ച് DIGയും സിറ്റി പോലീസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും ആശുപത്രിയിലെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ചങ്ങല സംഘടിപ്പിച്ചു. ബദൽ സംവിധാനം ഒരുക്കാതെ ദേശീയപാത അടച്ചുകെട്ടിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കര ഡോൺ ബോസ്കോ സ്കൂളിന് മുൻപിൽ പ്രതിഷേധ ചങ്ങല സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജു ചാണ്ടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഷൈജു കുര്യൻ, സുമേഷ് മുല്ലക്കര, ജിഫിൻ ജോയ്, ധനേഷ് ദാസ്, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, പ്രവീൺ രാജു, ശരത് മുളയം, ശ്രീനാഥ്, അരുൺ പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വിഷയത്തിൽ ഇടപെടാതെ തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെയും ഒല്ലൂർ MLAയും റവന്യൂ മന്ത്രിയുമായ K രാജന്റെയും കോലം കത്തിച്ചു. ഒരു ബദൽ സംവിധാനം ഒരുക്കാതെ ദേശീയപാത അടച്ചുകെട്ടിക്കൊണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം ഒരു ക്രോസിംഗും സാധ്യമാവാത്ത രീതിയിൽ ദേശീയപാത ഇവിടെ ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിന് മുന്നിൽ അടച്ചുകെട്ടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ അസംബ്ലിയുടെ വേണ്ടിയുള്ള ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരത്തിന് പ്രതിഷേധ സമരത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കനായ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി, നമ്മുടെ ഇന്നത്തെ പ്രതിഷേധ സമരം ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയങ്കനായ ജിലാദ്, ഈ ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് കൊച്ചുകുട്ടികൾ ഹൈവേ കടന്ന് വരുവാനുണ്ടായിരുന്ന ഒരു വഴി, ആ 2 ഹൈവേയുടെ നടുക്കായിട്ട് ഒരു ചെറിയൊരു ഇടവഴിയിലൂടെയാണ് ഈ ബസ് എല്ലാം ഇറങ്ങി വരുന്ന കുട്ടികൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. കുറച്ച് നാളുകളായി ഈ എൻട്രൻസ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള കുട്ടികൾ ബസ്സുകളിൽ വന്ന് ഇറങ്ങുമ്പോൾ ഹൈവേ ക്രോസ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അത് എടുത്തു ചാടി കടന്നു പോരുമ്പോൾ കൂടുതൽ അപകടത്തിന് സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പേരിൽ ഇവിടുത്തെ സ്ഥലം MLA ആയ K രാജൻ, അദ്ദേഹം സുരേഷ് ഗോപി വിചാരിച്ചാലും നിസ്സാര നേരം കൊണ്ട് ഇവിടെ ഒരു സ്കൈവാക്ക് എന്തെങ്കിലും സംഘടിപ്പിച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് സുരക്ഷിതമായി അവിടെ സ്കൂളിലേക്ക് വരുവാനും മടങ്ങി വീടുകളിലേക്ക് എത്തുന്നതിന് സാധ്യമാവുന്ന ഈ സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളുടെ ജീവന് തെല്ലുപോലും വില കൽപ്പിക്കാതെ ഇവിടുത്തെ മന്ത്രി K രാജനും കേന്ദ്രമന്ത്രിയും MPയും കൂടിയായിട്ടുള്ള ചങ്ങല ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആരാധനായ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായ ജിഫിൻ ജോയ്, ധനേഷ് K ദാസ്, സുമേഷ് മുല്ലക്കര, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അരുൺ കൊച്ചുപുരയ്ക്കൽ, ശ്രീനാഥ് ഉൾപ്പെടെ പ്രവീൺ ഉൾപ്പെടെ പന്താസ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ റിച്ചൻ, അതുപോലെ മൈക്കിള്, ശരത്ത് ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇതുപോലൊരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കാനായ സാഹചര്യം ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച സ്വാഗത പ്രസംഗിക്കാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. നമ്മളിവിടെ വന്നു നിന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ കാണുകയാണ്, നഴ്സറി തൊട്ട് LKG തൊട്ട് UKG തൊട്ട് പഠിക്കുന്ന പിള്ളേർ അവരെ മാതാപിതാക്കളായി വന്നു പോകുമ്പോൾ ഈ 6 വരി പാത
വളരെ ദുഷ്കരമായ രീതിയിൽ മുറിച്ചു കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ അധികാരികളുടെ ഈ ദേശീയപാത അധികാരികൾ ഒരു കൂടിയാലോചനകൾ ഇല്ലാതെ, കൃത്യമായ കൂടിയാലോചന ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ, ഇതിനെക്കുറിച്ച് അറിയാതെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലുള്ള, ഈ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലുള്ള ഒരു സുപ്രഭാതത്തിൽ ഈ 6 വരിപാത അടച്ചു കെട്ടിക്കൊണ്ട് ഇവിടെ അധികാരികൾ കാണിച്ച ഈ തെണ്ടിത്തരത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ശക്തമായ സൂചന പ്രതിഷേധ സമരമായി ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഉത്രാളിക്കാവ് പൂരം 2025 ഏങ്കക്കാട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം 8 രാവിലെ 9 ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിന് മുൻപ് രാവിലെ 7:15 മുതൽ ക്ഷേത്രസന്നിധിയിൽ പഞ്ചവാദ്യവും അരങ്ങേറും. PK ദാസ് ഹോസ്പിറ്റൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസും തിരുത്തുമേൽ സ്റ്റീൽസ് മാനേജിംഗ് ഡയറക്ടർ ജോഷ് കുമാറും ചേർന്ന് സിനിമാ താരം അനീഷ് ഗോപാലിന് നൽകി ബ്രോഷർ പ്രകാശനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ PG രവീന്ദ്രൻ, മനേഷ് വലിയപറമ്പിൽ, TP ഗിരീശൻ, PR സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. YMCA ഓഫ് ഇന്ത്യ സൗത്ത് വെസ്റ്റ് റീജിയൻ ഡിസംബർ 7-8 തീയതികളിൽ തൃശൂർ ജോയസ് പാലസ് ഹോട്ടലിൽ ദേശീയ സെമിനാർ നടത്തുമെന്ന് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആനി ജോസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൽദായ സുറിയാനി സഭ ബിഷപ്പ് ഔഗിൻ മാർ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ദേശീയ പ്രസിഡന്റ് കുഞ്ഞമ്മു മാത്യു അധ്യക്ഷം വഹിക്കും. ദയാഭായ് മുഖ്യപ്രഭാഷണം നടത്തും. യുവജനങ്ങൾക്ക് മാത്രമായി ഡിസംബർ 6 യൂത്ത് കോൺഫറൻസ് നടത്തുന്നുമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ആനി തോമസ്, ബാവ ലൂക്കോസ്, ഷീബ വർഗീസ്, ആനി ജയൻ, നിമ്മി റപ്പായി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തെ ടൈക്കോൺ കേരള ഇക്കോസിസ്റ്റം എനംബ്ലർ അവാർഡിനെ കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ അർഹനായി. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭകത്വ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പൊതുസംരംഭകരെ വാർത്തെടുക്കുന്നതിനും പ്രൊഫസർ സുധീർ നൽകിയ സമഗ്ര സംഭാവനകളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. കർഷകരെയും വളർന്നുവരുന്ന നവസംരംഭകരെയും ആഗോള വിപണിയിൽ കിടപിടിക്കുന്ന രീതിയിൽ മികച്ച സംരംഭകരായി വാർത്തെടുക്കുന്നതിനായി ആണ് 2018 ഡോക്ടർ സുധീറിന്റെ മേധാവിത്വത്തിൽ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ സെന്റർ കാർഷിക സർവകലാശാലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെ നാളിതുവരെ സംഘടിപ്പിച്ച 220ഓളം വരുന്ന സംരംഭകത്വ വികസന പരിശീലന കളരികളിലൂടെ 5639 പേരെ സംരംഭകരാക്കുവാൻ ഡോക്ടർ സുധീറിന് സാധിച്ചു. സംരംഭകത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെക്കുന്ന ഈ പരിശീലന കളരിയിലൂടെ 2663 സ്ത്രീകളെയും സംരംഭകരാക്കുവാൻ വഴിയൊരുക്കി. കൂടാതെ RKVI റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ പദ്ധതിയുടെ ഭാഗമായി 2 മാസത്തെ പരിശീലന പരിപാടിയിലൂടെ 237 നൂതന സ്റ്റാർട്ടപ്പുകൾക്ക് പരിശീലനം നൽകി ഇന്ത്യയിലും വിദേശത്തുമായി സംരംഭങ്ങൾ തുടങ്ങുവാൻ പ്രാപ്തരാക്കി. ഇവരിൽ 98 സ്റ്റാർട്ടപ്പുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ 18.231 കോടിയുടെ ഗ്രാന്റും നേടിയെടുക്കുവാനായി. ഏകദിന ദ്വിദിന പരിശീലന പരിപാടികൾ മുതൽ 6 ദിവസത്തെ PMFME ഗുണഭോക്തൃ പരിശീലന പരിപാടികളും കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളിൽ കർഷകർക്കും സംരംഭകർക്കും പ്രാവീണ്യം നൽകുന്നതിനായി ഡ്രോൺ സാങ്കേതിക വിദ്യയിലും പരിശീലനവും KP സുധീറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്നു. നൂതന ആശയങ്ങളുള്ള സംരംഭങ്ങൾക്ക് അവരുടെ ആശയങ്ങളെ മികച്ച സംരംഭങ്ങളാക്കി പരിപോഷിപ്പിക്കുന്നതിനുള്ള ഇൻക്യുബേറ്റർ സൗകര്യവും അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെ ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ കാനൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ ശ്വാന പ്രദർശനവും മത്സരവും കേരളത്തിലെ പ്രഥമ പെറ്റ് ഫാഷൻ ഷോയും തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 2024 ഡിസംബർ 8 തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30ഓളം വ്യത്യസ്ത ജനസുകളിൽപ്പെട്ട ഗോൾഡൻ റിട്രീവർ, ലാബ്രാഡോർ, സൈബീരിയൻ ഹസ്കി, അമേരിക്കൻ ബുള്ളി, ബിറ്റ്ബുൾ, അമേരിക്കൻ സ്റ്റാഫോർഡ്, ഷെർട്ടൈറ്റർ, ജർമ്മൻ ഷെപ്പേർഡ്, രാജപാളയം കന്നി, കോക്കസ് സ്പാനിയൻ, ചൗചൗ, ബുൾ മാസ്റ്റിഫ്, ഡോബർമാൻ, പോമറേനിയൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട 500-ൽ പരം സ്വദേശികളും വിദേശിയുമായ ശ്വാനന്മാർ പങ്കെടുക്കുന്നു. കേരളത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന പെറ്റ് ഫാഷൻ ഷോ റാം 2024 എക്സ്പ്രഷൻ മീഡിയയുടെ നേതൃത്വത്തിൽ ഇതോടൊപ്പം അരങ്ങേറുന്നു. പങ്കെടുക്കുന്ന ശ്വാനന്മാർക്ക് മുൻകൂട്ടി രജിസ്ട്രേഷൻ ആവശ്യമാണ്. എന്നാൽ പ്രത്യേക പരിശീലനം ആവശ്യമില്ല. അംഗീകരിക്കപ്പെട്ട ജനസുകൾ ആയിരിക്കണം. ഉദ്ഘാടന സമാപന യോഗത്തിൽ ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, തൃശൂർ ഡെപ്യൂട്ടി മേയർ ML റോസി,
വാർഡ് കൗൺസിലർ ലീല വർഗീസ്, എക്സിക്യൂട്ടീവ് മാനേജർ ബർസാർ, തൃശൂർ സെന്റ് തോമസ് കോളേജ് ഫാദർ ബിജു ജോൺ പാണേങ്കാടൻ, ചൈനയിൽ നിന്നുള്ള പെറ്റ് ലവർ ഫെങ് സിയാവോ, ആൻഡോ തട്ടിൽ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജോൺ പോൺ നെല്ലങ്കര, മാർട്ടിൻ CI, സോജൻ P. ജോൺ, സുനിൽ കുമാർ K, പിൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. ലോക ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കേരള BRC ഒല്ലൂക്കരയുടെ വിളംബര ജാഥയും ബിഗ് ക്യാൻവാസും ഔദ്യോഗികമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സാവിത്രി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ GHSS പട്ടിക്കാടിന്റെ HSD അധ്യാപിക ശ്രീമതി സജിത അധ്യക്ഷത വഹിച്ചു. ശ്രീമതി നിഷ വി, ശ്രീമതി സിനി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. GHSS പട്ടിക്കാട് അധ്യാപകനായ ശ്രീ മാണിക്യൻ ഭിന്നശേഷി വാരാചരണ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ BRC ഒല്ലൂക്കര BBC ശ്രീ രമേശ് NK സ്വാഗതവും ഭിന്നശേഷി വാരാചരണ സന്ദേശവും കൈമാറി. യോഗത്തിൽ BRC ഒല്ലൂക്കര സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീമതി അഞ്ജന വർഗീസ് നന്ദിയും പ്രകാശിപ്പിച്ചു. ഒമാനിലെ ഭവൻ എന്ന കമ്പനിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ സേവനം ചെയ്ത് തിരികെ എത്തിയവരുടെ കുടുംബസംഗമം ഡിസംബർ 8 തൃശൂർ ടൗൺ ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേയർ MK വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഫാദർ ഡേവിസ് ചിറമൽ നിർവഹിക്കും. സംഘം പ്രസിഡന്റ് VR അനിൽകുമാർ പദ്ധതി വിശദീകരിക്കും. 35 വർഷം സേവനം ചെയ്തവർ, മുൻനിര സംരംഭകർ, തിരികെ വന്ന വനിതാ ജീവനക്കാർ, സൊസൈറ്റി സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടത്തും. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ചാൾസ്, IC പ്രശാന്ത്, CP ഗിരീഷ് കുമാർ, MR ദീപു, KK അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കത്ത് വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തുകയായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 80 കിലോയോളം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടി. സംഭവത്തിൽ 3 തമിഴ്നാട് സ്വദേശികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 പേർ പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. ധർമ്മപുരി സ്വദേശികളായ പൂവരശ്, മണിദിവിത് തുടങ്ങിയവരെയാണ് പിടികൂടിയത്. കുണ്ടൂർ ചുങ്കത്തിന് സമീപം ഇന്ന് പുലർച്ചോടെയാണ് സംഭവം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടാനായത്. ഒഡീഷയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. ബൈക്കുകളിൽ തമിഴ്നാട്ടിൽ എത്തിച്ച കഞ്ചാവ് അവിടെ നിന്നും ചരക്കു വാഹനങ്ങളിൽ കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്യുന്നത്. കമ്മീഷണർ ഇളങ്കോ RIPS, കുന്നംകുളം ACP CR സന്തോഷ്, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ റിജിൻ M തോമസ് തുടങ്ങിയവരുടെ നിർദ്ദേശാനുസരണം നടത്തിയ പരിശോധനയിൽ SIമാരായ TC അനുരാജ്, PV പ്രദീപ് തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര നിലവാരത്തിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 2025 ജൂണിൽ തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി K രാജനും AK ശശീന്ദ്രനും.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സമരം നടത്തി. കേരള കാർഷിക സർവകലാശാലയിൽ കാലാവസ്ഥാ വ്യതിയാന ഏകദിന വർക്ക്ഷോപ്പ് നടത്തി. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കത്ത് വാഹനത്തിൽ കടത്തുകയായിരുന്ന 80 കിലോഗ്രാം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.